കൃഷ്ണ, ഗുരുവായൂരപ്പ, വിഘ്നേശ്വര, പാർത്ഥസാരഥി, പത്മലോചന, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ ഉണ്ണിയെ. എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചുവളപ്പങ്കാലത്ത് ഇറങ്ങി പോയതാ. അവന്റെ 51ാമത്തെ ഇന്റർവ്യൂ ആയത്. എന്റെ ഭഗവതി, അവിടുത്തെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലോട്ടൊന്ന് കയറാൻ തിട്ടമില്ലാത്തോണ്ടാണ് പോലീസുകാർ റോന്തിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത്. എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്ന് കരുതിയാ 50 പുറ കണ്ടം വിറ്റ് ഞാനവനെ BA BEd വരെ പഠിപ്പിച്ചത്. എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ കൃഷ്ണ. ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ? കാര്യം നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവാപരാധങ്ങളും പൊറുക്കണമേ. നാരായണ നാരായണ. റാങ്കും ഫസ്റ്റ് ക്ലാസ്സൊന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ഇപ്പൊ ആർക്കാ ഇല്ലാത്തതെന്ന്. പക്ഷേ 6ാം ക്ലാസ് തൊട്ടൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളൂ. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA BEdകാരനായതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇന്നും ഉണ്ട് ഇന്റർവ്യൂ. അവൻ പോയിരിക്കുക. പിന്നെല്ലാം ഭഗവാന്റെ കയ്യില്. അമ്മയുടെ അച്ഛനായിരുന്നു. ഞാൻ പോട്ടെ. അന്നാട്ടെ. അല്ല, കറക്കം കഴിഞ്ഞോ? നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ നോക്കണ്ട മനുഷ്യ. ഓ, നല്ല കടുത്ത ഭാഷയിൽ ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പുറത്തൊരു ശയനപ്രദർശനം വേസ്റ്റ് അല്ലേ പത്മാവതി? വെടി വെച്ചിട്ട് ഠോന്ന് വെക്കണോ? അപ്പൊ എന്റെ നേർച്ചക്ക് ഒരു വിലയില്ലേ? എന്നല്ല, ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല്. ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കണ്ട മനുഷ്യ. സ്ത്രീകൾ ശയനപ്രദർശനം നടത്തുന്നത് നിർത്തിയതുകൊണ്ടല്ലേ? അല്ലെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ? എന്നാ ശരി, അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോര്, ഉരുണ്ടാ പോരെ. ഇതങ്ങ് നേരത്തെ ആവാരുന്നില്ലേ? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഉരുണ്ടുരുണ്ട് എല്ലും തൊലിയാവുന്നത് നീ കാണുന്നില്ലേ? നാരായണ. ഒരു പുഷ്പാഞ്ജലി. ഉണ്ണികൃഷ്ണൻ BA BEd ഔട്ട് അല്ലേ? ഉണ്ണികൃഷ്ണൻ ഇന്ന് എവിടെയാ ഇന്റർവ്യൂ? മാധവൻ നായർ മെമ്മോറിയൽ സ്കൂളിൽ. ഇത്രയും സർട്ടിഫിക്കറ്റുകളോ? സോറി സർ, അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല. ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാ. അപ്പോ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ? അതെ. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? AR രാജരാജവർമ്മ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കടൽപ്പന്നിയുടെ ആയുസ് 30 വർഷം. ഉറുമ്പുകൾ തിന്നുന്ന ജീവി ഈനാമ്പേച്ചി. ചെറുനാറകയിൽ ഇറങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. പിന്നെ കമലാക്ഷിയുടെ ആംഗ്ലയുടെ മോന്റെ കത്ത് മിനിയാന്നുണ്ടായിരുന്നു. ഗൾഫിലവൻ പണം വാരുവാന്നാ കേട്ടത്. കമലാക്ഷിക്ക് ഇപ്പോഴും ദമയന്തി അവനെ കൊണ്ട് കെട്ടിക്കണമെന്നാ. നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടി ഇല്ലാണ്ടായി. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അതല്ല, വാസുദേവന് സമ്മതാണെങ്കിൽ അവരുടെ കല്യാണം നാളെ നടത്തണോ? ഞാൻ ഒരുക്കാം. അതേതായാലും വേണ്ട. നീ ജോലി ഇല്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചു എന്നുള്ള പഴി കൂടി കേൾക്കണ്ടല്ലോ. നമ്മൾ കിടന്ന് ധൃതി വെച്ചിട്ട് എന്താ കാര്യം? എല്ലാത്തിനും ഒരു സമയല്ലേ വാസു? അത് കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ? അല്ല, അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പോയ മിഥുനത്തിൽ ദമയന്തിക്ക് 18 കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച് ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാ അത് SDC വേണം. എന്നാ അത് പഠിപ്പിക്കാച്ചാലോ? അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, പപ്പിനായിട്ട് കേറുന്നില്ലേ? ഇല്ല, കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഉണ്ണീട്ടം വന്നോ അമ്മാവ? ഞാൻ പാടത്തുനിന്ന് അങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ. വന്നു കാണണം. അത് കൊള്ളാം. വിവരം അറിയാപ്പ എന്നേക്കാ ധൃതി നിനക്കാണല്ലോ. അമ്മയെ പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ അവള് പത്മാലയത്തിൽ ഒന്ന് കാവലിരുന്നേ. ഞാൻ പറയുന്നതാണോ കുറ്റം? ഒരാലോചന ഉണ്ടെന്ന് കരുതി പെണ്ണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ? അതെ, അത് തന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത്. ഉണ്ണികൃഷ്ണന് ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു ജോലി കിട്ടുമോ? നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട്. സംസാരിച്ചൊക്കെ നേരില്ല. പശുവിനെ പറമ്പിലോട്ട് നഴിച്ചു കിട്ടണം. അവൻ എന്താ ഇത്രയും താമസിക്കുന്നേ? ടൗണിൽ നിന്ന് ബസ് കിട്ടിങ്ങ എത്തണ്ടേ? ഓ, എനിക്ക് ചന്ദന നിറത്തിലൊരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി അടങ്ങാനും മറന്നിട്ട് വരുമോ? ആനക്കാര്യത്തിന്റെ ഇടയില ഒരു ചേനക്കാര്യം. വിവരം അറിയാഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാണ് അവിടെ ഒരു കിന്നാരം. ഈ നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നേർന്നെന്നറിയാവോ? എന്തു വേണമെങ്കിലും നേർന്നു. ശയനപ്രദർശനം മാത്രം നേരില്ല എന്റെ പത്മം. ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, ദേഹത്തിന് 1 ഇഞ്ച് തൊലി ബാക്കിയില്ല, അതുകൊണ്ടാ. വരുന്നുണ്ട്. കിട്ടിയോ ഉണ്ണേട്ടാ? ഓ, കിട്ടി.
രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് പാഴാകത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിന് നീ എന്തിനാ കരയുന്നേ? എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് ഉണ്ണികൃഷ്ണന്റെ വക ശർക്കര കൊണ്ടൊരു തുലാഭാരവും അവന്റെ അച്ഛന്റെ വക 101 ശയനപ്രദവും. ഇങ്ങോട്ട് നോടി വന്നേ. എന്താ 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 എന്താടി? ഉണ്ണിയേട്ടന് ജോലി കിട്ടിയില്ലമ്മേ. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞതോ? ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്നാ പറഞ്ഞത്. എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ നിറം കിട്ടിയത്? ദാ. അയ്യോ, ഞാൻ പറഞ്ഞ അതേ നേരം. നിന്റെ അമ്മ നേരത്തെ നേർന്നത് വെറുതെ ആയല്ലോ മോനെ. നേർച്ച കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്ക്. പിള്ളേരുടെ കമ്മലോ വെള്ളി എറിഞ്ഞാനോ മറ്റോ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നേർച്ച കൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു ജോലി കിട്ടാൻ അതൊന്നും പോരച്ച. ഇന്റർവ്യൂവിന് എനിക്ക് 2nd റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം. അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിലുണ്ടോ? കുഞ്ചു, എടാ കുഞ്ചു, ഞാനിവിടെ ഉണ്ടേ. പണി കഴിഞ്ഞില്ലടാ. പ്ലീസ് ഒരു 50 കട്ട കൂടി. ഇന്റർവ്യൂവിന് എന്തൊക്കെയാ ചോദിച്ചത്? ഡസൻ കണക്കിന് ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതെ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾക്കാണോടെ പഞ്ഞം. ഓഹരി കുംഭകോണം, ഡെങ്കൽ കരാറ്, കൊങ്കൺ റെയിൽവേ, കരിപ്പൂർ വിമാനത്താവളം, സ്വാശ്രയ സമിതി, 3ാം മുന്നണി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ. 9ാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയത് എത്ര നന്നായി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ. ഞാൻ നിർത്തിയതല്ല, അവർ നിർത്തിച്ചതല്ലേ. പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു. ഒരു ക്ലാസ്സിൽ 4 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാനൊക്കത്തില്ല എന്ന് നിർബന്ധം പിടിച്ചവന് ഞാൻ എന്തോ ചെയ്യും? പകലന്തിയോളം അധ്വാനിച്ചിട്ട് രാത്രിയിൽ ഈ പുഴയിൽ ഇങ്ങനെ മുങ്ങി കുളിക്കാൻ നല്ല രസമല്ലേ കുഞ്ചു? ജോലി തണ്ടലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും നിന്റെ കൂടെ കട്ടയിറക്കാൻ കൂടിയാലെന്ന് ആലോചിക്കുക. അത് വേണോ? അതെന്താ? എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. കട്ടേറ് പത്രം മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ്. കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ. എന്നാലും പച്ച കട്ട പോലെ ഈ തൊഴിലിനൊരു മാന്യതയില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ബി എ ആയാലും ഈ തൊഴിലിന് ഇറങ്ങണ്ട. രമേന്ദ്രയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോവാൻ ഒരു ഗൾഫുകാരൻ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇന്നത്തെ ജോലിയും പോയ കാര്യം ദമയന്തി അറിഞ്ഞോ? ഇല്ല. അറിയുമ്പോ അവൾ ആത്മഹത്യ ചെയ്യായിരുന്നാൽ കൊള്ളാം. ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഓ, മൂട് കളഞ്ഞു. എന്താ? ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാൻ മനസ്സിൽ വീർപ്പടക്കി നിൽക്കായിരുന്നില്ലേ ഞാൻ? എന്ത് കാര്യം? കരിമണിമാല. ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും. മാലയിടാം. ഉണ്ണിയേട്ടൻ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായെന്ന് പറ. ഇന്റർവ്യൂ അല്ലേ? അത് പറയാം. തോറ്റുപോയല്ലേ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കറിയാം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ? അവര് കാണാൻ എങ്ങനെ? ഉണ്ണിയേട്ടൻ അവരായിട്ട് മിണ്ടിയോ? ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഇന്റർവ്യൂവിന് തോറ്റത് പോലെ നിന്നെ വഴക്ക് പറയുന്നോ? ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല. എന്തേ ചാടുന്നില്ലേ? ചാട്, ചാടേ. കണ്ടോ കണ്ടോ, ചാവാൻ പോകുമ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടോ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ല. നീ വന്നേ, വാടി. ദമയന്തിക്ക് എന്നോട് പിണക്കമാണോ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ. എന്റെ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ചേ. അയ്യോ, അങ്ങനെയല്ല, ഇങ്ങനെ. കുട്ടിക്ക് എന്നോട് പിണക്കമാണോ? ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇന്നേക്ക് 41 നാൾ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഓ, പത്മം, ഒന്നുകൂടി വന്നേ. എന്താ എന്താ പുണ്യേട്ടാ? എന്താ? നീ ഉണ്ടോ പത്മം? ഒന്ന് അവിടെ നിന്ന്. എന്താ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ? നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ? ഇവിടെ ഇരുന്ന് കുശുശുത്ത് അടുക്കളയിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ? ഉണ്ണികൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണമെന്ന്. ആ, ഇതാ ഇപ്പൊ നന്നായേ. ബിഎഡുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഉദ്യോഗം തേണ്ടി അടക്കാൻ ഇനി എന്നെ കൊണ്ട് വയ്യ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യം ഇല്ല. നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാടം വെച്ച് പഠിപ്പിക്കണമായിരുന്നു. കൃഷിക്കാരനാണെന്ന് പറഞ്ഞ അങ്ങോട്ടിയല്ലേ?
ദമയന്തിയ കമലാക്ഷി വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കും. അതുള്ളതാ, അവിടെ ആലോചനക്കാരതല്ല. ഓടാ. നീയാണോടാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം. അയ്യടാ, അവന്റെ ഒരു അന്ത്യാഭിലാഷം. വേറൊന്നും വേണ്ടേ? ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ചുമ്മാ ഇരിക്കാൻ വയ്യ. ആ പാടത്തിറങ്ങി 4 കളകൾ വെച്ചാൽ അത്രയും വയ്യ. എന്റെ ഉണ്ണി, മനസ്സ് തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്ന് ഉണ്ടിട്ടില്ലേ, അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ഇതിലൊരു പരസ്യമുണ്ട്, നോക്കട്ടെ. നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രമാണല്ലോ, അപ്പൊ ഏതാണ്ട് വലിയ ജോലിയായിരിക്കും. എന്ത് ജോലിയാ? മോള് വായിച്ചില്ലേ? എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗമാണെന്ന്. സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ BA BEd നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം. പുറത്ത് പറയാൻ കൊള്ളാത്ത പണിയാണോ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ ഉണ്ണി. ഉദ്യോഗ പേര് കേട്ട് ആരും ഞെട്ടരുത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാ എന്താ ഉണ്ണി? ഞാൻ പറയാം. CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകരാണ് ഡിറ്റക്ടീവ്സ്. ഉള്ളതാണോടാ? ട്യൂട്ടോറിയൽ കോളേജിലാ പഠിക്കുന്നെങ്കിൽ അവർക്ക് വിവരമുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തരക്കടില്ലല്ലോ. എന്താ പരസ്യത്തിൽ പറഞ്ഞേക്കണേ? സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിറ്റക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. ഇത് നല്ല ജോലിയാണ് ചാ. ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഡിറ്റക്ടീവ്സാ. ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? ഞാനൊരു വനിതാ മാസികയിൽ വായിച്ചതാ. വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും. പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന്. പിന്നെ ഉണ്ണേട്ടിന് പേടിയാണെങ്കിൽ അപേക്ഷിക്കണ്ട. പേടിയോ? അയ്യേ, കഷ്ടം. എടി, ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു CID ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ? പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം? പോണ അവിടുന്ന്. വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഈ പണി മതി. രാഷ്ട്രീയക്കാരും മിനിറ്റ് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനേക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ്? 4 ആളെ മുഖത്ത് നോക്കി പറയാൻ നല്ല അന്തസ്സുള്ള പണിയാ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് അപേക്ഷ അയക്കാൻ നോക്കുമോനെ. ഓ, നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ല ഈ CID പണി. ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം. ഇനി പലവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ. ഉണ്ണീഷ, യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാ ഞാൻ നിന്നൊരു BA BEdകാരനാക്കിയത്. ഇനി ഒരു പ്രൈവറ്റ് പോലീസ് ആകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം. അയക്കടാ മോനെ. ആപ്ലിക്കേഷൻ അയക്കും ഉണ്ണേട്ടാ. അല്ല, പാഠം വേണ്ട വേണ്ട, എനിക്ക് സമ്മത. എന്റെ പാറയ്ക്കാവിലമ്മേ, ഇത് അവന്റെ 52ാമത്തെ അപേക്ഷ. ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ BA BEdന് കത്തുണ്ടോ? ഇല്ല. കൊള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന സിഗ്നൽ തന്നാ മതി. പിന്നെ ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? സിഗ്നൽ തരണമെന്ന് പറഞ്ഞില്ലടാ പട്ടി. തരാം തരാം. എന്തിനാ ഉണ്ണേട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ നിന്ന് വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുനെ ഞാൻ കാവല് നിർത്തിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു CID ആവും പോലെ. അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതുങ്ങിയൊക്കെ കാണേണ്ടി വരും. പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ ഒരു റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഉണ്ണേട്ട ഈ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ആ ഗൾഫുകാരൻ മുറത്തിറക്കം കെട്ടിക്കൊണ്ടുപോയില്ലേ? എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്താൽ മറന്നോ? അയ്യോ, ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ.